കോക്രോച്ച് ജനതാ പാർട്ടി (CJP) സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ സാമൂഹിക വിഷയമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിവേഗം വളർന്ന ഈ പരിഹാസ രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ശ്രദ്ധ നേടുകയും യുവാക്കൾക്കിടയിൽ വലിയ പിന്തുണ നേടുകയും ചെയ്തു. അടുത്തിടെ ക്യുടെ എക്സ് ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ ലീഗൽ ഡിമാൻഡ് അടിസ്ഥാനത്തിൽ തടഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. തുടർന്ന് അവരുടെ വെബ്സൈറ്റും താൽക്കാലികമായി പ്രവർത്തനരഹിതമായതായി സ്ഥാപകൻ അഭിജീത് ദിക്കെ ആരോപിച്ചു. ഇത് വ്യത്യസ്ത അഭിപ്രായങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം ആണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം ചില BJP നേതാക്കൾ ക്യുടെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം സ്ഥാപകൻ തള്ളി. 94% ഉപയോക്താക്കളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഡാറ്റ ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കിയത്. സാമൂഹ്യപ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ സോനം വാങ്ചുക് തന്നെ ഓണററി കോക്രോച്ച് എന്ന് വിശേഷിപ്പിച്ച് CJP പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. യുവാക്കളുടെ തൊഴിലില്ലായ്മയും നിരാശയും സമൂഹം ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിനിടെ വ്യാജ CJP അംഗത്വ ലിങ്കുകൾ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാട്സാപ്പ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന സംശയാസ്പദ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മഹാരാഷ്ട്ര സ്വദേശിയായ അഭിജീത് ദിക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി (CJP) എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. മുമ്പ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ടീമുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ബോസ്റ്റൺ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻസ് പഠിക്കുകയാണെന്നും പറയുന്നു. തൊഴിലില്ലാത്ത യുവാക്കളെ കോക്രോച്ച്, പാരസൈറ്റ്സ് എന്നീ പരാമർശങ്ങളിലൂടെ അപമാനിച്ചുവെന്ന വിവാദത്തെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയർന്നത്. അതിന്റെ ഭാഗമായാണ് #MainVCockroach ഹാഷ്ടാഗ് വൈറലായി CJP രൂപം കൊണ്ടത്. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭ പദവി നൽകരുത്, സ്ത്രീകൾക്ക് 50% സംവരണം, വോട്ടർ പട്ടിക സംരക്ഷണം, കോർപ്പറേറ്റ് മീഡിയ നിയന്ത്രണം തുടങ്ങിയ ആവശ്യങ്ങളാണ് CJP മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഒരു പരിഹാസരൂപത്തിലുള്ള ഡിജിറ്റൽ രാഷ്ട്രീയ പ്രസ്ഥാനമായാണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ ജനപ്രീതി നേടിയ ഈ പ്രസ്ഥാനം ജെൻ സെഡ് യുവാക്കളുടെ അസന്തോഷത്തിന്റെ പ്രതീകമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇത് വെറും സോഷ്യൽ മീഡിയ ഹൈപ്പാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അടുത്തിടെ ക്യുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടതും വ്യാജ അംഗത്വ ലിങ്കുകളെക്കുറിച്ചുള്ള സൈബർ മുന്നറിയിപ്പുകളും വാർത്തകളിൽ ഇടം നേടി.